രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനെതിരെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുമാണല്ലോ തിരുവനന്തപുരത്ത് മത്സരിച്ചത്. ശശി തരൂർ 16,000 വോട്ടിന് ജയിച്ചു. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ജയിക്കുമെന്നുള്ള പ്രതീതി ഉണ്ടാക്കിയെങ്കിലും പരാജയപ്പെട്ടു. അതിനുശേഷം ഇത് ഒരു മാനനഷ്ട കേസ് ശശി തരൂരിനെതിരെ ഫയൽ ചെയ്തിരിക്കുകയാണ്. എന്താണ് അതിനകത്ത് കാര്യങ്ങൾ? അത് ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. അത് പ്രധാനമായിട്ടും തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ശശി തരൂർ ഒരു 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 പ്രധാനപ്പെട്ട ചാനലിന് ഒരു അഭിമുഖം നൽകിയിരുന്നു. ഈ അഭിമുഖത്തിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തി. രാജീവ് ചന്ദ്രശേഖർ ചില സഭാധ്യക്ഷന്മാരെ നേരിട്ട് കാണുകയും അവർക്ക് പണം കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ വോട്ടിന് പണം കൊടുത്തു. അങ്ങനെ പണം ഒരുപാട് വാരി ചെലവഴിക്കുകയാണ് ഇവിടെ. ഒരു പണത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ പല സഭാധ്യക്ഷന്മാരെയും കാണുന്നുണ്ടെന്നും അവർക്കെല്ലാം പൈസ കൊടുക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങളാണ് എനിക്ക് ലഭിക്കുന്നത്. എൻ്റെ പ്രവർത്തകർ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പല പ്രവർത്തകരും എന്നോടത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഈ അഭിമുഖത്തിനിടയിൽ അദ്ദേഹം പരാമർശം നടത്തുകയുണ്ടായി. അത് പിന്നീട് അത് വലിയൊരു വിവാദമായ വാർത്തയായിട്ട് മാറി തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ. കാരണം തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു സ്ഥാനാർത്ഥി പറയുമ്പോൾ, പ്രത്യേകിച്ച് BJP സ്ഥാനാർത്ഥിക്കെതിരെയൊക്കെ ആകുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അതിന് വലിയ ആഘോഷിക്കുമല്ലോ. അങ്ങനെ അന്ന് വലിയൊരു വിഷയം മാറിയിരുന്നു. അങ്ങനെ അദ്ദേഹം അക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ അതിലിടപെടുകയും അതിന് എതിരായിട്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നും, അങ്ങനെ ശശി തരൂരിനെ പോലുള്ള ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനാർത്ഥി അങ്ങനെ ഈ ഒരു 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 തെളിവുമില്ലാത്ത, ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ അങ്ങനെ ഉന്നയിക്കരുതെന്നും ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ പിന്നീട് അദ്ദേഹം ഒരു ഏപ്രിൽ 9 അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചു. ഈ ഇദ്ദേഹത്തിനെതിരായിട്ട് മാനനഷ്ട കേസ് തരൂരിനെതിരെ മാനനഷ്ട കേസിന് വക്കീൽ നോട്ടീസ് അയച്ചു. അതിനു മുമ്പ് തന്നെ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കാരണം സ്ഥാനാർത്ഥിയായ എനിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഏത് സ്ഥാനാർത്ഥി ഉപയോഗിക്കുന്നു, നടപടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതി നൽകുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരാതിയിൽ അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആർക്ക് കൊടുത്തു, എവിടെ വെച്ച് കൊടുത്തു എന്നുള്ള തെളിവ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഹാജരാക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ പേരിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാം. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിച്ച ശശി തരൂരിനെതിരായിട്ട് നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പരാതി നൽകിയത്. ആ പരാതിയിന്മേൽ വലിയ തീരുമാനമൊന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് എടുത്തിട്ടില്ല. ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ബഹളത്തിനിടയിൽ വരുന്ന പരാതികളുടെ ഒരു കൂമ്പാരം വരുന്ന കൂട്ടത്തിൽ കമ്മീഷൻ തിരഞ്ഞെടുത്തതാണോ അല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കിയാണോ എന്ന് അറിയില്ല. പക്ഷേ ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരം പരാതികൾ പരിശോധിക്കുമോന്നും അറിയില്ല. അത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ രാജീവ് ചന്ദ്രശേഖർ മാനനഷ്ട കേസിൻ്റെ കൊടുത്തുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചത്. എന്നെ മാനനഷ്ടപ്പെടുത്തിയിരിക്കുന്നു, തെളിവ് ഹാജരാക്കണം കൃത്യമായിട്ട്, ഇല്ലെങ്കിൽ 24 മണിക്കൂറിനകം ശശി തരൂർ അത് പിൻവലിച്ച് പൊതുമാധ്യമങ്ങളുടെ മുന്നിൽ പൊതുമണ്ഡലത്തിൽ വന്ന് മാപ്പ് പറയണം എന്ന് പറഞ്ഞാണ് അന്ന് വക്കീൽ നോട്ടീസ് അയച്ചത്. 24 മണിക്കൂറിനകമാണെന്ന് പറയാൻ ഏപ്രിൽ 9 പക്ഷേ ശശി തരൂർ ആ കാര്യത്തിൽ യാതൊരു പ്രതികരണവും അതിന്മേൽ നടത്തിയിട്ടില്ല. അങ്ങനെ ഒന്നിനും പോയതുമില്ല. അതാണ് ഇപ്പോൾ കേസായിട്ട് മാറുന്നത്. അദ്ദേഹം ഡൽഹിയിലാണ് ഇപ്പം കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കേസ് ഇനി എന്താവും എങ്ങനെയാവും എന്നുള്ളതിനെക്കുറിച്ച് ഇനിയാണ് നമ്മൾ ഒരുപക്ഷെ ചർച്ചയാവുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് അക്കാലഘട്ടത്തിൽ നമുക്ക് നല്ല ഓർമ്മയുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വളരെ ശക്തമായ എങ്ങനെയാണ് അല്ലേ അറിയാമല്ലോ. അതെ വളരെ ശക്തമായ മത്സരമായിരുന്നു. ഒരു ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്നുള്ള നിലവാരം വന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ജയിച്ചത് തന്നെ, ഈ തരൂർ ജയിച്ചത് തന്നെ എന്നത്തെയും പോലെ തന്നെ ഈ തീരദേശ മേഖലയിലെ വോട്ട് കൊണ്ടാണ് തരൂർ ജയിച്ചത്. പിന്നെ മറ്റൊന്ന്, BJPയുടെ വോട്ട് പെട്ടിയിൽ വീണിട്ടില്ല എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. രാജീവ് ചന്ദ്രശേഖറിന് പല മേഖലയിൽ നിന്നും BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അപ്പോൾ കടുത്ത മത്സരമായിരുന്നു. കടുത്ത മത്സരം നടക്കുന്നത് ഇത്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് പ്രത്യേകിച്ച് കരുത്തരായ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും അവർ ഫോട്ടോ ഫിനിഷ് എന്നുള്ള രീതിയിൽ മത്സര രംഗത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ ഏത് വിധേനയും ജയിക്കണം എന്നുള്ള ആഗ്രഹവും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഒക്കെ സ്ഥാനാർത്ഥികൾ നടത്തുന്നതും പ്രവർത്തകർ നടത്തുന്നതും ആ പാർട്ടി അവർ
പ്രതിദാനം ചെയ്യുന്ന പാർട്ടി നടത്തുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അത് അതിര് കടക്കുമ്പോഴാണ് ചില വിഷയങ്ങൾ ഇതുപോലെ ഇപ്പോൾ കോടതി കയറേണ്ടി വരുന്ന വിഷയങ്ങളിലേക്കൊക്കെ മാറുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു അതിര് കടന്ന പ്രവർത്തനമായിരുന്നു. കാരണം വളരെ വളരെ ചൂടുപിടിച്ച മത്സരമായിരുന്നു. ഒരു ഘട്ടത്തിൽ ശശി തരൂർ തന്നെ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഞങ്ങൾ തമ്മിലാണ് മത്സരം, ഇവിടെ ഇപ്പോൾ ഒരു ത്രികോണ മത്സരം കാണാനില്ല. ആ തുടക്കത്തിൽ ഒരു ത്രികോണ മത്സരം ഉണ്ടായിരുന്നു, ഇടതു മുന്നണി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇടതു മുന്നണിയെ കാണുന്നില്ല. എന്തിനാണ് ഈ പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കാൻ വന്നതെന്ന് പോലും എനിക്കിപ്പം മനസ്സിലാവുന്നില്ല. അത്രമാത്രം ഞങ്ങൾ തമ്മിലാണ്, അതായത് രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും തമ്മിൽ, അതായത് പിന്നെ NDAയും UDFും തമ്മിലാണ് ഇപ്പോൾ മത്സരം, അല്ലാതെ ഇടതു മുന്നണി ഇതിനകത്തില്ല എന്നൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഇടതു മുന്നണി അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയൊക്കെ ചെയ്തു തരാൻ ചിലപ്പോൾ ഉണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ ജോൺ പറഞ്ഞതുപോലെ ഈ തിരുവനന്തപുരം വളരെ ഏറ്റവും അധികം അവസാനം പിന്നെ നേരത്തെ പ്രവചനം നടത്തുന്ന ആൾക്കാർ പോലും, അതായത് മാധ്യമങ്ങൾ പോലും തിരുവനന്തപുരം സാധ്യതയുണ്ട് എന്ന തരത്തിലാണ്, രാജീവ് ചന്ദ്രൻ സാധ്യതയുണ്ടെന്നുള്ള തരത്തിലാണ് ചർച്ചകൾ. അത് ആറ്റിങ്ങലും അങ്ങനെ സാധ്യതയില്ലാതില്ല എന്ന് പറഞ്ഞു. തൃശ്ശൂരിനോടൊപ്പം തന്നെ ആറ്റിങ്ങലും തിരുവനന്തപുരവും ആലപ്പുഴയും BJPക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളാണെന്നുള്ള ഒരു വിശകലനമൊക്കെ വന്നതാണ്. പക്ഷെ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ഈ ലത്തീൻ കത്തോലിക്കർ ശക്തമായ ഒരു വോട്ട് ബാങ്കാണ്. അത് മത്സ്യത്തൊഴിലാളികൾ അടങ്ങുന്ന ഒരു വിഭാഗമാണ്. ശക്തമായ ഒരു നല്ലൊരു വോട്ട് ബാങ്കാണ് ലത്തീൻ കത്തോലിക്ക. അവർക്ക് വേണ്ടിയിട്ട് ശശി തരൂർ ഒന്നും ചെയ്തില്ല എന്നുള്ള ഒരു പ്രചരണം അന്ന് ശക്തമായിട്ട് ഉയർന്നിട്ടുണ്ട്. കാരണം ഈ സമരം നടന്നപ്പോൾ, വിഴിഞ്ഞ സമരം നടന്നപ്പോൾ, അതുപോലുള്ള സംഭവം നടന്നപ്പോഴൊന്നും ശശി തരൂർ ഒരു കാര്യത്തിലും ഈ ലത്തീൻ കത്തോലിക്ക തൊഴിലാളികളെ, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയൊന്നും രംഗത്ത് വന്നിട്ടില്ല. അതൊക്കെ അന്ന് ചർച്ചയായിട്ടുണ്ട്. ആ ചർച്ച ശശി തരൂരിനെ വളരെയധികം വിഷമിപ്പിച്ചിരുന്നു അന്ന്. കാരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയപ്പോൾ അത്തരം പ്രചരണങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നും LDFിൻ്റെ ഭാഗത്തുനിന്നും അത്തരം പ്രചരണങ്ങൾ വന്നത് UDF ക്യാമ്പിനെയും ശശി തരൂരിൻ്റെ ക്യാമ്പിനെയും അല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശശി തരൂർ ഇങ്ങനെ ഒരു കൗണ്ടർ അടിച്ചത്. അവിടെ പണം കൊടുക്കുന്നതും എന്നുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഓരോ സഭാ അധ്യക്ഷന്മാരെയും കണ്ടിട്ട് പൈസ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഇത് വന്നത്. രാജീവ് ചന്ദ്രശേഖർ തുടക്കം മുതലേ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ തീരദേശ മേഖലയിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ കിട്ടാൻ പോകുന്ന വോട്ട്, ഈ തരൂര് മുൻതൂക്കം അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ടിൻ്റെ ഒരു വലിയ ഭാഗം ഈ തീരദേശ മേഖലയിൽ നിന്നാണ് എന്നറിയാവുന്നതുകൊണ്ട് അവിടെ സ്പ്ലിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ പോയി. അദ്ദേഹം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തു, കേന്ദ്രീകരിച്ചു. അപ്പോൾ അത് ശശി തരൂരിന് മനസ്സിലായത് അപകടമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്ക്, അദ്ദേഹത്തിന് കിട്ടുന്ന വലിയ പങ്ക് വോട്ട് അവിടെ നിന്നാണ്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും. പക്ഷേ അദ്ദേഹം നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ അദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് ഈ തിരുവനന്തപുരത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങൾ, തീരദേശ മേഖല, ഗ്രാമപ്രദേശം, ടൗൺ വിട്ടിട്ട് അകത്തേക്ക് ഉൾമേഖലകളിലേക്ക് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പ്രചാരണം തിരിച്ചു. അപ്പോൾ അങ്ങനെ തിരിച്ചപ്പോൾ ഉള്ള ഒരു അദ്ദേഹത്തിൻ്റെ അടുത്ത് അപ്പോൾ ഈ പാർട്ടി പ്രവർത്തകർ തന്നെ ചോദിച്ചു, സാറ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? കാരണം ആരും ചെല്ലാത്ത മേഖലകളിലേക്ക് ഇടവഴികളിലൂടെയൊക്കെ ഇദ്ദേഹം പോവുകയാണ്. അപ്പോൾ എന്തിനിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇതൊരു ടെക്നിക്കാണ്. കാരണം ഞാൻ ഇങ്ങനെ ചെല്ലുമ്പോൾ നേരിട്ട് ആ വീട്ടുമുറ്റത്തേക്ക് ചെല്ലുമ്പോൾ ആ ഭാര്യ ഭർത്താവിനോട് വൈകിട്ട് പറയും, ഇങ്ങനെ ശശി തരൂർ വന്നിരുന്നു, ഈ വീട്ടുമുറ്റത്ത് വന്നിരുന്നു, നമുക്ക് വോട്ട് ചെയ്യണം. അതായത് ഒരു തീരെ ആരും കടന്നു ചെല്ലാത്ത മേഖലകളിലൂടെ അല്ല, ഊടുവഴികളിലൂടെ അല്ല അദ്ദേഹം പോയി. അങ്ങനെ പോകുമ്പോൾ ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. അത് ശരിയാണ്, ഒരു അദ്ദേഹത്തിൻ്റെ ആ കണക്കുകൂട്ടൽ ശരിയാണ്. നഗര മേഖല വിട്ടിട്ട് അദ്ദേഹം അങ്ങനെ പ്രചാരണം മാറ്റി പോയ ഒരാളാണ് ശശി തരൂർ. രാജീവ് ചന്ദ്രശേഖർ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ഇദ്ദേഹത്തിനൊപ്പം, അതായത് ഇതുവരെ ഈ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ശശി തരൂരിൻ്റെ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജിനൊപ്പം നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് വളരെ കുറച്ച് ദിവസം മാത്രമേ ഇവിടെ പ്രചാരണ രംഗത്ത് നിൽക്കാൻ സമയം കിട്ടിയുള്ളൂ. പക്ഷേ ആ നിന്ന സമയം അദ്ദേഹം വന്ന ഉടൻ തന്നെ അദ്ദേഹം കളം പിടിച്ചു. ചില സ്ഥാനാർത്ഥികൾ അങ്ങനെയാണ്, വളരെ ലേറ്റായിട്ട് വന്നാലും പെട്ടെന്ന് അവർ ആളുകളുടെ മനസ്സിലേക്ക് കയറിക്കൂടും. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ കോടതി കയറുകയാണ്. ശശി തരൂരിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കും. പക്ഷേ ജയത്തിന്റെ കാര്യം ഒരു കാര്യവും കൂടെ എനിക്ക് പറയാനുണ്ട്. ജയം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല ശശി തരൂരിനെ ജയിപ്പിച്ചത്. ഒരു ഘടകം, പ്രധാനമായിട്ട് ഒരു ഘടകം തന്നെയാണ്. ജോൺ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കൃത്യമാണ്, അങ്ങനെ തന്നെയാണ് വിജയിച്ചത്. പക്ഷെ അതോടൊപ്പം തന്നെ പൊളിറ്റിക്കലായിട്ട് ചില നീക്കങ്ങൾ ഒരു അടിയൊഴുക്കായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇപ്രാവശ്യവും അത് BJP സ്ഥാനാർത്ഥി ജയിക്കാൻ പാടില്ല എന്ന ഒരു
ഒരു പ്രത്യേക ഒരു ചിന്ത ഉണ്ടല്ലോ, ഒരു പ്രത്യേക അജണ്ട ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ക്രോസ് വോട്ടിങ് LDF നടന്നിട്ടുണ്ട്. അത് ഇപ്പോൾ CPI പല സമ്മേളനങ്ങളും തുറന്നു പറയുന്നുമുണ്ട്. ഈ പല പാർട്ടി സമ്മേളനങ്ങളിലും ആ കാര്യം തുറന്നു പറയുന്നുണ്ട്, ക്രോസ് വോട്ടിങ് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതും ഒരു പ്രധാന ഘടകമായിരുന്നു ഈ ശശി തരൂരിൻ്റെ വിജയത്തിന് കാരണമായതെന്നാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ഡൽഹിയിലെ ഒരു തീരും എന്നുള്ളത്. അതെ, കാരണം സാധാരണ പൊളിറ്റിക്സ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വക്കീൽ നോട്ടീസ് അയക്കും, അതിനെതിരെ പ്രസ്ഥാനം നടത്തും, എന്നിട്ട് അതങ്ങ് കളയും. അപ്പോൾ അതാണ് സാധാരണ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഡൽഹിയിൽ പോയിക്കൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ അത് നിസ്സാരമായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്തുടരുകയാണ്. കാരണം ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടുള്ള പരാതിക്കും മേൽ ഒരു നടപടി എടുക്കാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കഴിയാതെ വരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഓക്കെ.